നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവം നാളെ ചൊവ്വാഴ്ച വൈകിട്ട് കൊടിയേറും. ആനകൾക്ക് പകരമായി എഴുന്നള്ളിക്കപ്പെടുന്ന തങ്കരഥത്തിന്റെ സമർപ്പണവും നാളെ നടക്കും. വാർത്തകൾ വിശദമായി. അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ ഉത്സവത്തിന് നാളെ കൊടിയേറും. ആനകൾക്ക് പകരം എഴുന്നള്ളിക്കാനുള്ള തങ്കരഥവും നാളെ ക്ഷേത്രത്തിനായി സമർപ്പിക്കപ്പെടും. ഫെബ്രുവരി 4 ചൊവ്വാഴ്ച വൈകിട്ട് 7:10 ശേഷം തന്ത്രി മുഖ്യൻ അരിയന്നൂരില്ലം ബ്രഹ്മശ്രീ ശംഭു നമ്പൂതിരി, മേൽശാന്തി കുമ്പളം കളരിക്കൽ മഠം ബാലകൃഷ്ണൻ എംപ്രാന്തിരി, ക്ഷേത്രം ശാന്തി അഭിലാഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. തുടർന്ന് 20 ലക്ഷത്തിൽ പരം തുക ചെലവഴിച്ച് നിർമ്മിച്ചതും ആനകൾക്ക് പകരമായി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി തങ്കത്തേര് സമർപ്പണവും നടക്കും. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് അന്നേ ദിവസം രാവിലെ 11 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന പണ്ഡിറ്റ് കറുപ്പൻ അനുസ്മരണ പരിപാടിയിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം സുബ്രഹ്മണ്യൻ അമ്പാടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം പ്രസിഡന്റ് കെ വാസവൻ അധ്യക്ഷത വഹിക്കും. വിശിഷ്ട സേവനം ചെയ്ത സമുദായാംഗങ്ങളെയും പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും തദവസരത്തിൽ ആദരിക്കും. ഉത്സവനാളുകളിൽ തിരുവാതിര, കൈകൊട്ടിക്കളി, വൈവിധ്യമാർന്ന കലാപരിപാടികൾ, സംഗീതാർച്ചന, വയലിൻ ഫ്യൂഷൻ, സർപ്പംപാട്ട്, ശാസ്താംപാട്ട്, കലാഭവൻ മണി അനുസ്മരണ സംഗീതാർച്ചന, കാവടി ഘോഷയാത്ര തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ ആനകളെ പൂർണ്ണമായും ഒഴിവാക്കി തങ്കത്തേരെഴുന്നള്ളിച്ച് ക്ഷേത്രോത്സവ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്രം ദേവസ്വം ഭാരവാഹികൾ. അരൂർ ആശാരിപറമ്പിൽ മഹേശൻ ആചാരിയും വൈക്കം സ്വദേശി സദാശിവനും ഉൾപ്പെടെ 10ഓളം പേർ ചേർന്നാണ് തങ്കത്തേര് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉത്സവ നടത്തിപ്പ് സംബന്ധമായ പത്രസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് കെ വാസവൻ, സെക്രട്ടറി KR രാജേന്ദ്രൻ, ഖജാൻജി KN ദേവാനന്ദ്, AKDS 18ാം ശാഖാ പ്രസിഡന്റ് പ്രവീൺ കുമാർ, ഖജാൻജി KP പുഷ്കരൻ, 19ാം ശാഖയുടെ പ്രസിഡന്റ് CV സുരേഷ് എന്നിവർ പങ്കെടുത്തു. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വത്തിന്റെ പൊതുയോഗവും കമ്മിറ്റിയും ശിരസ അംഗീകരിക്കുകയും അതിന് ബദലായി ഭഗവാനെ തിടമ്പേറ്റുന്നതിന് വേണ്ടി ഏകദേശം 15 ലക്ഷം രൂപയോളം മുടക്കി കഴിഞ്ഞ സപ്താഹ സമയങ്ങളിൽ ദേവസ്വത്തിന്റെയും സംയുക്ത കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം നമ്മളുടെ യജ്ഞാചാര്യനായിരുന്ന ബഹുമാന്യനായ KD രാമകൃഷ്ണൻ സാറ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുകയും ആ പകർന്നു കൊടുത്തതിന്റെ ഫലമായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഈ തങ്കത്തേരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സമാഹരണം എല്ലാവരും അവരുടെ ശേഷിക്ക് അനുസരിച്ച് ഇവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തേര് സമർപ്പണം ഈ വരുന്ന 4-ാം തീയതി കൊടിയേറ്റ് ദിവസം, കൊടിയേറ്റിന് ശേഷം ക്ഷേത്ര തന്ത്രി ശ്രീ ശംഭു നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തിയുടെ ബാലകൃഷ്ണൻ ഭ്രാന്തിയുടെയും അതുപോലെ ക്ഷേത്രശാന്തിയുടെയും സാന്നിധ്യത്തിൽ ഭഗവാന് തേര് സമർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ ദേശസ്നേഹികളായ മുഴുവൻ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുമെന്ന് ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ക്ഷേത്രത്തിൽ മുൻ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള കൈകൊട്ടിക്കളി, തിരുവാതിരകളി, കുട്ടികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ അരൂക്കുറ്റി ധീവര വനിതാ കാവടി സംഘത്തിന്റെ ഗംഭീര കാവടി ഘോഷയാത്ര. ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് തങ്കത്തേര് നിർമ്മിച്ച് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഒരു ആശയം. ഇതിവിടെ നമ്മൾ ഭഗവാന്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണല്ലോ പഴനി. പഴനിയിൽ തങ്കത്തേരിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. അതേ ആശയം തന്നെയാണ് നമ്മളിവിടെ നടപ്പാക്കുന്നത്.
അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.